بسم الله الرحمن الرحيم أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. أفلا يتدبرون القرآن أم على قلوب أقفالها. ആദരണീയനായ അധ്യക്ഷൻ കബീർ സാഹിബ്, വിശിഷ്ടാതിഥി നമ്മുടെ പ്രിയങ്കരനായ മുൻ ധനകാര്യമന്ത്രി, ആലപ്പുഴയുടെ MLA ഡോക്ടർ TM തോമസ് ഐസക്, പരിപാടികളിൽ പങ്കെടുക്കേണ്ട സുഹൃത്ത് ഡോക്ടർ PK അബ്ദുറസാഖ് സുല്ലമി, AI അബ്ദുൽ മജീദ് സലാഹി, ഇക്ബാൽ സാർ, അനസ്, KNN ജില്ലാ സെക്രട്ടറി OM ഖാൻ സാഹിബ്, ആദരണീയരായ സഹോദരന്മാരെ, നാല് ദിവസമായി ആലപ്പുഴ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയിലാണ് നാം ഉള്ളത്. കേരളത്തിലെ പ്രഥമ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവഘടകമായ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ അഥവാ ISM എന്ന സംഘടന കഴിഞ്ഞ നവംബർ മാസം മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഇസ്ലാം ശാന്തിയുടെ മതം എന്ന ലേബലിൽ നടന്നു വരുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ മുഖ്യമായ ഇനം നാം കാണുന്ന പോലെ തന്നെ ലൈറ്റ് എന്ന നാമധേയത്തിൽ നടന്നു വരുന്ന ഒരു ഹ്രസ്വമായ എക്സിബിഷനാണ്. നമ്മുടെ സംഘടന നേരത്തെ സംസ്ഥാനത്തെ ചില പ്രധാന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് സാൽവേഷൻ എന്ന പേരിൽ വിപുലമായ ഒരു പ്രദർശനം 2 ഘട്ടങ്ങളിലായി, ഒന്ന് കോഴിക്കോടും മറ്റൊന്ന് എറണാകുളത്തും സംഘടിപ്പിക്കുകയുണ്ടായി. ആ സാൽവേഷനെ സംബന്ധിച്ച് ആ സ്റ്റാളുകൾ സന്ദർശിച്ച സന്ദർശകരിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളുടെ തുടർച്ചയാണ്, അതിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനമാണ് നമ്മെ ഇത്തരത്തിൽ സാൽവേഷൻ പോലെ വിപുലമല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ രൂപമായിക്കൊണ്ട് കേരളത്തിൻ്റെ 100 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഈ പരിപാടി നടന്നു വരുന്നത്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ ഇപ്പോൾ ഇത് നടന്നു വരുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ കായംകുളത്തും വടക്ക് അരൂക്കുറ്റിയിലും നടന്ന 2 പരിപാടികളും
നാനാജാതി മതസ്ഥരായ സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള സന്ദർശകരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനും വർഷങ്ങളായി അവരുടെ മനസ്സുകളിൽ പതിച്ചിരുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ നീക്കുവാനും സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണക്കുറിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നിവിടെ നടക്കുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് ഖുർആൻ സമ്മേളനമാണ്. ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആന്റെ ആദർശങ്ങൾ ലോകം ഇന്ന് ഓരോന്നോരോന്നായി എടുത്ത് സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആന്റെ ചരിത്രപരമായ മുഖം, ഖുർആന്റെ സാമ്പത്തിക മുഖം, ഖുർആന്റെ ഭാഷാ സൗന്ദര്യം, ഖുർആന്റെ രാഷ്ട്രീയ സിദ്ധാന്തം, ഇങ്ങനെ ഖുർആനിലെ ഉള്ളടക്കങ്ങളെ ഒന്നൊന്നായി എടുത്ത് അപകരിച്ചുകൊണ്ട് സെമിനാറുകളും സിമ്പോസിയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്തയിടെ കേരളത്തിലെ ഒരു പ്രധാന പട്ടണത്തിൽ ഇത്തരത്തിലൊരു സെമിനാർ നടന്നിട്ടുണ്ട്. പക്ഷെ ഖുർആൻ പ്രധാനമായി ഖുർആന്റെ അവതരണ ലക്ഷ്യം എന്ത്? ഖുർആൻ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഗ്രന്ഥങ്ങളുടെ തുടർച്ചയും പൂർത്തീകരണവുമാണ് ഖുർആൻ എന്നതാണ്. ഖുർആൻ ഒരു നൂതന ആശയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടില്ല. മറിച്ച് ഖുർആനിലൂടെ മുഹമ്മദ് നബി മാനവ സമൂഹത്തോട് പറഞ്ഞത്, എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ബോധനമെന്തോ അത് തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അതാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നബി കൽപ്പിക്കപ്പെട്ടത്. എന്താണ് മുഴുവൻ പ്രവാചകന്മാർക്കും ദൈവത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം? ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയോട് സംബോധനയായി ഖുർആൻ പറഞ്ഞു, അങ്ങക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് താങ്കളെപ്പോലെ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടില്ല, അവർക്ക് ദിവ്യ സന്ദേശം നൽകിയിട്ടല്ലാതെ. എന്താണ് അവർക്ക് നൽകപ്പെട്ട സന്ദേശം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാൻ അഥവാ ദൈവം മാത്രമാണ് ഇലാഹ് അഥവാ ആരാധ്യൻ. ഉണ്ട് ആരാധനകൾ മുഴുവൻ ദൈവത്തിനാകണം, എനിക്കാകണം. ഇതാണ് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത നിർദ്ദേശം. ആ നിർദ്ദേശം തന്നെയാണ് മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടത്. ഖുർആൻ പറഞ്ഞു, മിൻ ഖറിയത്തിൽ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു ഗ്രാമവും ഒരു രാജ്യവും കഴിഞ്ഞു പോയിട്ടില്ല അവർക്കൊക്കെ ഒരു താക്കീതുകാരൻ വന്നിട്ടല്ലാതെ. ആ താക്കീതും ഖുർആൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ആരാധനകൾ ദൈവത്തിന് മാത്രം, അതിൽ ദൈവത്തോട് ആരെയും പങ്കു ചേർക്കരുത്. അപ്പൊ ഖുർആന്റെ മൗലികമായ വിഷയം മാനവ സമൂഹത്തിന് മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ആരാധന മുഴുവനും ദൈവത്തിന് എന്നതാണ്. അതിൻ്റെ പ്രബോധനമാണ് മുഹമ്മദ് നബിയിൽ നിക്ഷിപ്തമായത്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വർഷക്കാലം തൻ്റെ സ്വന്തം ജനതയുടെ ഇടയ്ക്ക് ജീവിച്ച മുഹമ്മദ് നബി അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള അക്കാഡമിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. യാത്രകളിലൂടെയും ലോകസഞ്ചാരത്തിലൂടെയും അനുഭവങ്ങൾ കൈമാറിയ ആളല്ല പ്രവാചകൻ. മുഹമ്മദ് നബിയുടെ പ്രത്യേകതയായി ഖുർആൻ തന്നെ അത് പറഞ്ഞു. എന്താ പുസ്തകമെന്ന് നിനക്കറിയാമായിരുന്നില്ല, നിന്റെ വലത് കൈ കൊണ്ട് നീ ഒന്നും എഴുതുമായിരുന്നില്ല. പുസ്തക വായനയോ
എഴുത്തുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ജനങ്ങൾ അതിൽ നിന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു, ഇത് കേട്ടുപഠിച്ചതാണ്, എഴുതി പഠിച്ചതാണ്, കണ്ടുപിടിച്ചതാണ് എന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് വരില്ല. കാരണം നിരക്ഷരനായിരുന്നു മുഹമ്മദ് എന്നതാണ്. ഇനി ഖുർആനെ അറബി ഭാഷയിലൂടെ ഖുർആൻ ഗ്രഹിക്കുന്ന അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു സ്വന്തമായി എഴുതപ്പെട്ട കൃതിയല്ല. ആ ഗ്രന്ഥമെന്ന് മനസ്സിലാക്കാൻ ഖുർആന്റെ പരാമർശങ്ങൾ, ഖുർആന്റെ പ്രസ്താവനകൾ തന്നെ വ്യക്തമായ തെളിവാണ്. ഒരു ഉദ്ഘാടന സംസാരം എന്ന നിലക്ക് ഞാൻ കൂടുതലായി ഇപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട്. സാമ്പത്തിക രംഗത്താണെങ്കിലും, രാഷ്ട്രീയ രംഗത്താണെങ്കിലും, സാമൂഹ്യ രംഗത്താണെങ്കിലും, കുടുംബരംഗത്താണെങ്കിലും, വ്യക്തിപരമായും ഒക്കെ മനുഷ്യ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ ആദ്യം പറഞ്ഞ കാര്യമില്ലെങ്കിൽ പിന്നീട് പരലോകത്ത് ദൈവത്തെങ്കിൽ അതിനൊന്നിനും സ്ഥാനമില്ല. എന്ത്? ഏകദൈവ വിശ്വാസവും അതിലധിഷ്ഠിതമായ ഏകദൈവ ആരാധനയും ഉണ്ടെങ്കിൽ മാത്രമേ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ദൈവസാമീപ്യവും ദൈവത്തിന്റെ സംതൃപ്തിയും നേടാൻ കഴിയൂ. ഖുർആനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ പോലും അജ്ഞരാണ്. ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഞാൻ വായിക്കാനിടയായി, 150 കോടി ജനങ്ങൾ ദൈനംദിനം പലതവണ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. കാരണം ലോക മുസ്ലിം ജനസംഖ്യ 150 കോടിയാണെന്നാണ് കണക്ക്. 150 കോടി മനുഷ്യർ ദൈനംദിനം പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് നാം അവകാശവാദം ഉന്നയിക്കുന്നത്. നമ്മുടെ ഇടവും ബലവും തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മുടെ കുടുംബങ്ങളുടെയും വീടുകളുടെയും ഇടവും ബലവും തിരിഞ്ഞു നോക്കിയാൽ മതി ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ. 100 മുസ്ലിങ്ങളുണ്ടെങ്കിൽ 50% പേര് ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ട്. ഇനി 50% പേര് ഖുർആൻ പാരായണം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കൂ. ആ പാരായണം ചെയ്യുന്നതിൻ്റെ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യുന്നവർ എത്രയുണ്ട്? എന്തിനേറെ ദൈനംദിന പ്രാർത്ഥനയിൽ 17 നേര സമയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആന്റെ ആരംഭമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയാവുന്നവർ ഈ സമുദായത്തിൽ എത്ര പേരുണ്ട്? നമ്മളൊക്കെ സ്ഥിരം ഓതുന്നതാണല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇതിന്റെ അർത്ഥം അറിയുന്നവരാണെങ്കിൽ നമ്മുടെ സമൂഹം, അത് പാരായണം ചെയ്യുന്നവർ ശ്മശാനങ്ങളിലേക്കും ശവകുടീരങ്ങളിലേക്കും ദർഗകളിലേക്കും കാര്യസിദ്ധിക്ക് വേണ്ടി, സന്താനലബ്ധിക്ക് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, ഉദ്യോഗ ലഭ്യതയ്ക്ക് വേണ്ടി ഒക്കെ പോയി പ്രാർത്ഥിക്കുമോ? കാരണം നമ്മൾ ദൈനംദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഇത് പറയുന്ന മുസ്ലിമാണ്, ഇത് പറയുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാരാണ്. നാം പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന, പുറക്കാട് പോണത്, വിവാഹത്തിന് മുമ്പ് പോയി ഒരു തൈ വെക്കുകൂടെ, ഇങ്ങനെ പല കാര്യമുണ്ട്. ഞാൻ വിശദമായി കിടക്കുന്നില്ല. നമ്മുടെ MLA സാറ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഖുർആന്റെ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഈ ഖുർആൻ പേര് നടക്കുന്ന ജനങ്ങൾ, ഈ ഖുർആൻ ശ്രവിക്കുന്ന ആൾക്കാർ ആ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെല്ലാം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഇത് പാരായണം ചെയ്യുന്ന നിങ്ങൾക്കും ഇത് പേര് നടക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. അള്ളാഹ് വീണ്ടും പറഞ്ഞു, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഈ ഖുർആൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് രചനയുണ്ടായതെങ്കിൽ ആ ഖുർആനിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. തുടങ്ങി നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പല ആഹ്വാനങ്ങളും നടത്തുന്നുണ്ട്.
ഖുർആനെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാൻ എന്നേക്കാൾ കഴിവുള്ള ഡോക്ടർ അബ്ദുൾ റസാഖ് സുല്ലമി നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഖുർആൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ടി.എം. കബീർ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത KNM-ൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ PK മുഹമ്മദ് മദനി, ഡോക്ടർ PK അബ്ദുൾ റസാഖ് സുല്ലമി, അബ്ദുൽ മജീദ് സ്വലാഹി, എസ് ഷഹാസ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഞാൻ സ്വല്പം നേരത്തെ വന്നതുകൊണ്ട് ഇവിടുത്തെ പ്രദർശനം നടന്ന് കാണാൻ സന്ദർഭമുണ്ടായി. പ്രദർശനം സംഘടിച്ചവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച ഇന്ന് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന് ഈ പ്രദർശനം വളരെ സഹായകരമാണ്. ഞാനപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ ഒരുമ്പെടുന്നില്ല. ഒന്ന്, ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ച്. രണ്ട്, ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇസ്ലാമിക സാമ്പത്തിക ഭീഷണത്തിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് എക്സിബിഷനിലുള്ളത്. മൂന്നാമത്, ആ പ്രദർശനത്തിൻ്റെ പ്രത്യേകത ഇസ്ലാമിൽ സ്ത്രീയുള്ള സ്ഥാനത്തിന് സാമാന്യം വിശദീകരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളോട് ചില കാര്യങ്ങൾ പരാമർശിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച മുഹമ്മദ് മദനി സാറ് ഖുർആൻ്റെ ഒരു നിർവചനം എന്ന് വേണമെങ്കിൽ പറയാം ഉദ്ധരിക്കുകയുണ്ടായി. ഖുർആൻ ഇതുവരെയുള്ള പ്രവാചക ഗ്രന്ഥങ്ങളുടെ തുടർച്ചയും പൂർത്തീകരണമാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സവിശേഷത മതസഹിഷ്ണുതയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പുള്ള പ്രവാചകരുടെ ഗ്രന്ഥങ്ങളെ ആകെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയല്ല, അതിൻ്റെ തുടർച്ചയും പൂർത്തീകരണവുമായിട്ട് ഖുർആനെ കാണുമ്പോൾ നിശ്ചയമായിട്ടും ആ ഗ്രന്ഥങ്ങളോടും അവയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങളോടും, ആ വിശ്വാസങ്ങൾ അതിനുശേഷം വന്ന ഖുർആനിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അവയോട് ഉള്ള സഹിഷ്ണുതയാണ് ഇന്നത്തെ സമകാലീന ലോകത്തുള്ള വലിയൊരു സന്ദേശമെന്ന് ഞാൻ കരുതുകയാണ്. മതവിശ്വാസത്തെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ടാകും. മതം മാത്രമല്ലല്ലോ, ഇപ്പം കമ്മ്യൂണിസത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും അതിനടിസ്ഥാനത്തിലുള്ള നിലപാടുകളും ആണല്ലോ ലോകത്തുള്ളത്. അതുകൊണ്ട് മതവിശ്വാസത്തെക്കുറിച്ച് വ്യത്യസ്തതയുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇവിടുത്തെ പ്രദർശനത്തിൽ, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന വീഡിയോ പ്രദർശനത്തിൽ എന്നെ ആകർഷിച്ചത് അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടുമുള്ളൊരു എതിർപ്പാണ്. മതവിശ്വാസം എന്നുള്ളത് അക്ഷരം പ്രതി അതുപോലെ നിൽക്കുന്ന ഒന്നല്ല. അത് പുനർവ്യാഖ്യാനത്തിന് കാലത്തിനനുസരിച്ച് വിധേയമായിട്ടുള്ള ആകുന്ന ഒന്നാണ് എന്നുള്ളത് അംഗീകരിക്കണമെന്നില്ല. അവിടെയാണ് ഈ അനാചാരവും അന്ധവിശ്വാസവും വരുന്നത്.
ആരെങ്കിലും അത് അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. ഇപ്പം മതമൗലികവാദ നിലപാടെടുക്കണമല്ലോ, ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അത് തന്നെ ആണ് ഇന്നും വേണ്ടത് എന്ന് പറയുന്നതാണ് മൗലികവാദം എന്ന് പറയുന്നത്. അങ്ങനെ സമീപനം കൈക്കൊണ്ടാലും എനിക്ക് വിരോധമില്ല. എനിക്കാകെ വിരോധം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും പോകുന്നതിൽ മാത്രമാണ്. മറ്റുള്ള എല്ലാ വ്യത്യസ്തകളെയും ഞാൻ അംഗീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ വ്യത്യസ്ത മതങ്ങളിൽ എന്താണെന്ന് നിർവചിക്കാൻ ഞാൻ ഇറങ്ങുന്നുമില്ല. അതാ വിശ്വാസികൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഓരോ വിശ്വാസിയും ഇത് അനാചാരമാണെന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നിൽക്കാമെന്നല്ലാതെ ഞാനതിന് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ എതിർക്കാൻ പോകുന്നില്ല. അത് വിശ്വാസത്തിൽ ചെയ്യേണ്ട ഒരു നവീകരണ പ്രക്രിയയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇന്ന് ലോകത്തെമ്പാടും ഇസ്ലാമിനെ വികൃതമാക്കി അവതരിപ്പിക്കുന്നതിന് വളരെ സംഘടിതമായിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റുകളൊക്കെ എല്ലാം ഇത് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിട്ടൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വലിയ പ്രബന്ധങ്ങൾ തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെന്ത് എന്ന് നമ്മൾ തെളിച്ചു നോക്കുമ്പോൾ സാമ്പത്തിക കാര്യവും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് എണ്ണയുടെ പേരുള്ള ആധിപത്യവും നിയന്ത്രണവുമാണ്. അതിൽ ഇന്നത്തെ ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണ് കൂടുതൽ എണ്ണ ശേഖരമുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങളിലൊക്കെ മേധാവിത്വം പുലർത്തുന്നതിന് വേണ്ടി അമേരിക്ക സൈനികമായിട്ടുമെല്ലാം ഇടപെടുന്നത്. ആ ഇടപെടലുകൾ വലിയ ഏറ്റുമുട്ടലുകളിലേക്കും എതിർപ്പുകളിലേക്കും എത്തുകയും ആ എതിർപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഖുറാനെ വചനങ്ങളെ എല്ലാം വികൃതമാക്കിയുള്ള പ്രചാരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നത്. ഇതിൽ ദൗർഭാഗ്യവശാൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനോട് പ്രതികരിക്കുകയും ഏത് രീതിയിലാണോ അമേരിക്കയും മറ്റും ഇടാൻ ശ്രമിക്കുന്നത് അതുപോലെ തിരിച്ച് പ്രതികരിക്കാനും ചാവേറുകളായിട്ട് മാറാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അത് ഈ തെറ്റിദ്ധാരണകളെയൊക്കെ കൂടുതൽ രൂക്ഷമാക്കും. എന്നാൽ ഈ പ്രദർശനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാം എന്നാൽ ശാന്തിയുടെ മതമാണ്. ഒരു തീവ്രവാദത്തെയും അംഗീകരിക്കുന്നില്ല. ജിഹാദിൻ്റെ അർത്ഥം ഇതിങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അത് യുദ്ധമാവണമെന്നില്ല. നമ്മുടെ ആദർശത്തിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ത്യാഗമാണ്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് ബലപ്രയോഗമാകാം. അതിപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും ചിലപ്പോഴൊക്കെ ബലപ്രയോഗത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ. എന്നാൽ ബലപ്രയോഗമല്ല മാർഗം. ഇപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണെന്ന് എന്നെപ്പോലുള്ള ആൾക്കും ഇപ്പോഴെത്ര കൃത്യമായിട്ട് മനസ്സിലായെന്ന് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ അല്ലെങ്കിൽ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ചൊല്ല് എന്ന് അഭിവാദനം ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ കരുതിയിരുന്നേ. അതല്ല, സമാധാനം നിൻ്റെ കൂടെ ആവട്ടെ എന്നാണ് എന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഇന്ത്യ അടക്കമുള്ളത് തെറ്റിദ്ധാരണയുടെ പ്രശ്നം വെച്ചാൽ അവസാനത്ത് ഇത് മുൻവിധികളായിട്ട് മാറും. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊന്നുമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. അമേരിക്കയിൽ ആര് പോയാലും ഇസ്ലാമിൻ്റെ പേരുള്ള ആളാണെങ്കിൽ പ്രത്യേക പരിശോധന ഉണ്ടാകും. മുൻവിധി വന്നിരിക്കുകയാണ്. അതങ്ങനെ അവർക്ക് കാണാൻ കഴിയും.
അപ്പോൾ നമ്മുടെ രാജ്യത്തും അതിനൊക്കെ അപവാദം ഉണ്ടാവണമെന്നില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ നീങ്ങാം. കാരണം ഈ പറയുന്ന സംഘർഷങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇസ്ലാമിനെ ഇങ്ങനെ തീവ്രവാദപരമായിട്ടും ചാവേർ തലത്തിലും എല്ലാം വ്യാഖ്യാനിച്ച അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, ഏറ്റവും വർഗീയമായ രീതിയിൽ വിഷലിപ്തമായിട്ടുള്ള വർഗീയ പ്രചരണം ഇസ്ലാമിനെ നടത്തുന്നവർ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഖുർആൻ്റെ അർത്ഥം ഇതാണ്, സന്ദേശം ഇതാണ് എന്നുള്ള പ്രചാരണവും നിശ്ചയമായിട്ടും വലിയ ഒരു സാമൂഹ്യ നന്മ ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ഇതിൽ ഖുർആൻ ആത്മീയ വശങ്ങളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് അത് ഇപ്പോൾ മുഹമ്മദ് കുട്ടി സാബ് പറഞ്ഞ പോലെ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, സൗന്ദര്യശാസ്ത്രപരമായ മാനങ്ങളുണ്ട്, സാമ്പത്തിക ക്രമത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ആ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സവിശേഷത, സാമൂഹ്യ നീതിയിൽ, സാമ്പത്തിക നീതിയിൽ വളരെയേറെ ഊന്നുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. അസമത്വങ്ങൾ ഉണ്ടാവാം, സാമ്പത്തിക നിലയിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം, പക്ഷേ അത് എല്ലാവർക്കും അതൊരു പങ്ക് കൊടുക്കുക. പട്ടിണിയും നമ്മുടെ ഈ ലോകത്ത്, ദാരിദ്ര്യത്തിന് ലോകത്ത് സമ്പത്ത് തൻ്റെതായിട്ട് മാത്രം വെക്കാൻ ശ്രമിക്കുന്ന ഒരു തിന്മയാണ് എന്നുള്ളത്. ആ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതും കടമയാണ്. പണം എന്ന് പറയുന്നത് അത് വെച്ചുകൂട്ടിയിരിക്കാനുള്ളതല്ല. മൂലധനം വൃഥാവിൽ വെക്കാനുള്ളതല്ല. പക്ഷെ അത് വീണ്ടും കൂടുതൽ പണമാക്കി മാറ്റുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച ഒരു ദർശനം ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പണം പണത്തിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പണം അതിൽ തന്നെ അതിനൊരു വിലയില്ല. നമ്മൾ നോട്ടെടുത്താൽ നോട്ടിലെ കള്ളാസിന് എന്താ വിലയുള്ളത്? ഇത് മറ്റ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. മറ്റ് സാധനങ്ങളുടെ എല്ലാം വില നിശ്ചയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പണത്തിന് പ്രാധാന്യം വരുന്നത്. അങ്ങനെയെങ്കിൽ പണം നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് വായ്പ കൊടുത്ത് അയാളിൽ നിന്ന് പലിശ വാങ്ങാന്ന് പറയുന്നത് പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഏർപ്പാട്. അത് നിഷിദ്ധമാണ്. പിന്നെന്താ, ഈ പണം ഉപയോഗിച്ച് മനുഷ്യന് വേണ്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, മരുന്ന് വേണം, വിദ്യാഭ്യാസം വേണം. ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന്, ഈ സമ്പത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും, വാണിജ്യം മാത്രമല്ല, പലരും വ്യാഖ്യാനിക്കുമ്പോൾ വാണിജ്യം ശരി, പലിശ തെറ്റ്, ഞാൻ ആ വ്യാഖ്യാനത്തിൽ നിൽക്കുന്നില്ല. വാണിജ്യം മാത്രമല്ല, അതിനേക്കാൾ പ്രധാനമാണ് ഉൽപാദനം. ഉൽപ്പാദിപ്പിച്ചല്ലേ വാണിജ്യം നടത്താൻ പറ്റൂ. ഇപ്പം മനുഷ്യന് വേണ്ടുന്ന വസ്ത്രമായാലും ഭക്ഷണമായാലും പാർപ്പിടമായാലും മരുന്നായാലും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണത്തെ വിനിയോഗിക്കേണ്ടത്. ഉൽപ്പാദിപ്പിച്ച് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നു, അത് ശരി. നിങ്ങൾ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്, നിങ്ങൾ നാട്ടിന് ജനങ്ങൾക്ക് വേണ്ടുന്ന ഇവയൊക്കെ അവരുടെ ആവശ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പണം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. അത് ശരി. ഇങ്ങനെ ഒരു ദർശനം അത് ഇന്നത്തെ സമകാലീന ലോകത്ത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇന്ന് ലോകത്ത് ആധിപത്യം പുലർത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പണം ഉപയോഗിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ
സാധനങ്ങൾ കൂടുതലുണ്ടാക്കി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന രീതിയല്ല, മറിച്ച് പണത്തിൻ്റെ അനന്തമായിട്ടുള്ള തിരിമറികളിലൂടെ, ഊഹക്കച്ചവടത്തിലൂടെ നാട്ടിലും ലോകത്തെമ്പാടും ആളുകൾ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ നേട്ടം മുഴുവൻ തട്ടിയെടുക്കുന്ന ഏർപ്പാടായിട്ട് മാറിയിരിക്കുക. സാമ്പത്തിക ചരിത്രത്തെ എടുത്തു കഴിഞ്ഞാൽ നാട്ടിലെ പണം, ഏത് രീതിയിലുള്ള പണമാണ് ആധിപത്യം പുലർത്തുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ നമുക്ക് വിഭജിക്കാൻ പറ്റും. കാർഷിക സമ്പദ് വ്യവസ്ഥ, കാർഷിക മൂലധനമാണ് മുന്നിൽ. അത് കഴിയുമ്പോൾ വരുന്നതാണ് വാണിജ്യ കച്ചവട മൂലധനത്തിന്റെ കാലം എന്ന് പറയുന്നത്. അപ്പോഴാണ് വാസ്കോ ഡി ഗാമയൊക്കെ കപ്പലോടിച്ച് നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ മേധാവിത്വം വഹിക്കുന്നത് കച്ചവട മൂലധനമാണ്. അവിടെ നിന്നൊരു പടി കൂടി കഴിയുമ്പോഴാണ് ഈ വലിയ മൂലധനം വ്യാപാരം നടത്തുന്നതിന് മാത്രമല്ല വൻകിട ഫാക്ടറികൾ സ്ഥാപിച്ച് വ്യവസായം നടത്താൻ തുടങ്ങുന്നത്. അങ്ങനെ വ്യവസായികളായിത്തീർന്ന പ്രമാണി വ്യവസായ മൂലധനമാണ് ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൃഷിയുടെ മൂലധനമോ വ്യാപാരത്തിന്റെ മൂലധനമോ വ്യവസായത്തിന്റെ മൂലധനമോ ആധിപത്യം പുലർത്തുന്ന കാലമല്ല, മറിച്ച് കോളേജുകളിൽ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പറയാ ഫിനാൻസ് മൂലധനത്തിന്റെ മേധാവിത്വത്തിന്റെ കാലമാണ്. എന്താ ഫിനാൻസ് മൂലധനം? ലളിതമായ നിർവചനം പറഞ്ഞ കൃഷിയിലോ വ്യവസായത്തിലോ വാണിജ്യത്തിലോ ഏർപ്പെടാതെ പുറത്തു നിന്നുകൊണ്ട് സാമ്പത്തിക തിരിമറികളിലൂടെ ഈ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലാഭം കരസ്ഥമാക്കുന്ന മൂലധനമാണ് ഫിനാൻസ് മൂലധനം. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുമല്ലോ, ആ ഏർപ്പാട്, അതാണ് ഫിനാൻസ് മൂലധനം. നോക്കൂ, നമ്മുടെ നാട്ടിൽ കമ്പനികളുണ്ട്, അവർ വ്യവസായങ്ങൾ നടത്തുന്നു. പക്ഷെ കമ്പനികളുടെ ഷെയർ എവിടെയാണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. തെറ്റില്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവര് അത് ഷെയർ മേടിച്ച് കൈ വെച്ച് കമ്പനി ലാഭം ഉണ്ടാവുമ്പോൾ ആ ഷെയറിൽ നിന്ന് ഡിവിഡൻഡ് മേടിക്കാനാണോ വാങ്ങുന്നത്? നിങ്ങളുടെ ചുറ്റുപാട് തന്നെ എത്രയോ പേര് ഷെയറിൽ കമ്പനികളിൽ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഷെയർഖാനിലോ ജിയോ വിലിറ്റിലോ ഒക്കെ പണം കൊടുക്കുന്നവരുണ്ട്. അവർ ഷെയർ വാങ്ങുന്നത് വർഷാവസാനം കമ്പനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ ലാഭവിഹിതം നേടാനല്ല, മറിച്ച് അവർ ഊഹിക്കണം ഈ ഷെയറിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറിച്ച് വിറ്റാൽ ലാഭം കിട്ടും. ആ ഊഹക്കച്ചവടം. അങ്ങനെ മറിച്ചു വിറ്റ് ലാഭം കിട്ടുമ്പോൾ ഈ ഷെയറിന്റെ വില ഇല്ലായ്മയെന്നാണോ പണം ഉണ്ടാക്കിയിട്ടുള്ളത്? 100 രൂപയുടെ ഷെയർ 200 രൂപ വിറ്റ് നിങ്ങൾ 100 രൂപ നിങ്ങളുടെ ഊഹം ഫലിച്ചു, നിങ്ങൾക്ക് ലാഭം കിട്ടി. പക്ഷെ അത് ശൂന്യാകാശത്ത് ഒന്നാണ് 100 രൂപ അല്ല. ഈ ഫാക്ടറികളിൽ ഉണ്ടായിട്ടുള്ള ലാഭം ഈ ഷെയറിന്റെ ഊഹക്കച്ചവടത്തിലൂടെ നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നത്. ഇതാണ് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞത്. ഇതിപ്പോ ഷെയർ മാർക്കറ്റിൽ മാത്രമല്ല, സകല സാധനത്തിനും ഊഹക്കച്ചവടമുണ്ട്. പണ്ട് നമ്മൾ ആലപ്പുഴക്കാരൻ സാട്ട കച്ചവടം എന്ന് വിളിച്ചിരുന്നു. ഫോർവേഡ് ട്രേഡിങ്, വെളിച്ചെണ്ണയും മറ്റും. അടുത്ത വർഷം ഇന്ന വിലക്ക് തന്നോളാം, നമ്മൾ ഊഹിക്കണം ഇന്ന വിലയാകുമെന്ന്. പക്ഷെ അതുകൊണ്ട് നിൽക്കുന്നില്ല. അടുത്ത വർഷം വെളിച്ചെണ്ണ ടണ്ണിന് 5000 രൂപ അല്ലെ 10000 രൂപക്ക് തന്നോളാം. 10000 ടൺ 10000 രൂപക്ക് ഞാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വേറൊരാൾക്ക് മറച്ചു വെക്കും. എനിക്ക് 10000 ടൺ വേണം, എന്ത് വിലക്ക് കിട്ടും? തരാന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കരാറുണ്ടാവും.
ഒരു പൈസ പോലും കൈമാറാതെ, ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും കൈമാറാതെ എത്രായിരം രൂപയുടെ കച്ചവടം നടക്കണം നോക്കിയേ. നമ്മുടെ ഭൂമി ഇടപാട് നമുക്ക് ഉള്ളറിയേ. ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നു, എന്നിട്ട് മറച്ചു വെക്കുന്നു, അയാൾ വേറെ ആൾക്ക് മറച്ചു വെക്കുന്നു. ഇതല്ലേ ഭൂമി ബ്രോക്കന്മാർ ചെയ്യുന്നത്? ഇതാണ് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ ഇങ്ങനെയുള്ള ചരക്കുകൾ മാത്രമല്ല, എണ്ണ, ഇപ്പൊ പെട്രോളിന് വിലയെടുക്ക്. ഒരു ദിവസം ഒരു കാലത്ത് പെട്രോളിന് $140 ഒരു ബാരലിന് വന്നതാണ്. എന്നാൽ ലോക സാമ്പത്തിക കുഴപ്പമൊക്കെ ഉണ്ടായപ്പോൾ ഠം വീണു, $40. എങ്ങനെ 140 നിന്ന് $40 വീഴുന്നത്? എണ്ണ കുഴിച്ചെടുക്കുന്നതിന് ചെലവ് വല്ലതും കുറഞ്ഞോ? ഇല്ലല്ലോ. എണ്ണയുടെ ഊഹക്കച്ചവടമാണ് ഇത്. ഊഹക്കച്ചവടത്തിന്റെ കാലമാണ്. ഇങ്ങനെയുള്ള ഫിനാൻസ് മൂലധനം ലോകത്ത് തന്നെ ആധിപത്യം പുലർത്തുകയാണ്. ഈ ആധിപത്യത്തെ എതിർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് ഒരു BBC ലേഖ്യമുണ്ട്. വിഷയം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന് കൊടുക്കില്ലായിരുന്നു. അവർ ചോദിച്ച് വേറെന്തൊക്കെ ചോദിച്ച് പെട്ടെന്ന് ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇസ്ലാമിക് ബാങ്കിന് വേണ്ടി നിൽക്കുന്നത്? അങ്ങനെ ചോദിക്കാല്ലേ? മതവിശ്വാസി അല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് മതവിശ്വാസപ്രകാരമുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത്? ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് പലിശ ഹറാമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ബാങ്കിങ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശ്വാസം അനുസരിച്ച് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? ഇന്ത്യൻ ബാങ്ക് നിയമം എന്ന് പറയുന്നത് പലിശയുടെ അടിസ്ഥാനത്തിലാണ്. പലിശരഹിത ബാങ്ക് ഇന്ത്യയെ പറ്റത്തില്ല. നിയമം മാറ്റണമില്ല. മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റില്ല. റിസർവ് ബാങ്ക് സമ്മതിക്കത്തില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ പലിശയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? ഇന്ത്യ സർക്കാർ നിയോഗിച്ച രഘുറാം കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അവരിതെല്ലാം പഠിച്ച് പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയിൽ ഇത്ര കോടി മുസ്ലിങ്ങൾ അവരവരുടെ മതവിശ്വാസത്തെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബാങ്കിങ് ഇടപാടുകളിൽ ഉൾപ്പെടാൻ പറ്റില്ല. ഇന്ത്യ സർക്കാരിൻ്റെ ആദർശം എന്താണ്? ഇൻക്ലൂഷൻ. എല്ലാവരെയും ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം. ഇപ്പൊ ബാങ്കിൽ പാവപ്പെട്ടവർക്ക് അക്കൗണ്ട് തുറക്കാൻ പണമൊന്നും ഇടണ്ട, സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെ തുറന്നു കൊടുക്കണം. എല്ലാവരും ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നാണ്. പക്ഷേ ഒരു മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ബാങ്കിൽ ഉൾപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് രഘുറാം കമ്മിറ്റി പറഞ്ഞ് എല്ലാവരെയും ബാങ്കിങ് വൃത്തത്തിൽ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നതെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള ബാങ്കിങ് സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചെയ്തോണമെന്ന് പറഞ്ഞിട്ടില്ല, വേണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് മന്ത്രിയായപ്പോൾ എനിക്കൊരു ചിന്ത, എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? പക്ഷെ ബാങ്ക് പറ്റൂല, റിസർവ് ബാങ്ക് സമ്മതിക്കത്തില്ല. അപ്പൊ ബാങ്ക് ഏതര ധനകാര്യ സ്ഥാപനം? ബാങ്കല്ല. ബാങ്ക് എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം വെച്ച് കഴിഞ്ഞാലേ, ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുക മാത്രമല്ല, ചെക്ക് കൊടുത്ത് പണം അങ്ങോട്ട് വിഡ്രോ ചെയ്യുകയും കൊടുക്കുകയും ചെയ്യാം, കൈമാറാം. അപ്പോഴേ ബാങ്ക് ആവത്തുള്ളൂ. അതിന് കഴിയത്തില്ല. പക്ഷെ ആളുകളിൽ നിന്ന് പലിശരഹിതമായിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ധനകാര്യ സ്ഥാപനം. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ഇങ്ങനെ നല്ലൊരു പദ്ധതിയുണ്ട്, അതിന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം ആ പദ്ധതിക്ക് വേണ്ടി മുടക്കും, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കും. ഉദാഹരണത്തിന്
നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെയുള്ള അതിവേഗ റെയിൽപാത കേരള സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. തത്വത്തിലല്ല, നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച് പറഞ്ഞ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മറ്റൊരിനമായിരുന്നു ഈ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത്. ചെറിയ തുകയല്ല, 50,000 കോടി രൂപയാണ്. പക്ഷെ 50,000 കോടി മുടക്കി കഴിഞ്ഞാൽ കേരളം മാറുവേ. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താമെങ്കിൽ ആരെങ്കിലും പിന്നെ ഈ കാറെടുത്ത് നാഷണൽ ഹൈവേ കൂടി ഓടിച്ച് നമ്മുടെ ശവക്കോട്ടപ്പാലത്ത് ഈ ഗതാഗത കുരുക്കുണ്ടാക്കും? ആളുകൾ ഈ ഇന്ധനക്ഷാമത്തിൻ്റെ കാലത്ത് അവരത് മാറി എല്ലാം റെയിൽവേ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാടകയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നതായിരിക്കില്ല. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ അടിമുടി മാറ്റും. നമ്മൾ എക്സ്പ്രസ് വേ റോഡ് ഉണ്ടാക്കുന്ന പോലെ അല്ലത്. പക്ഷെ എൻ്റെ പ്രശ്നം ഇത്രയും വലിയ തുക വേണമെന്നുള്ളതാണ്. ഇത്രയും വലിയ തുക ആര് മുടക്കാൻ തയ്യാറാവും? ഇത് നമുക്ക് സാധ്യമാണ്. ഈ രീതിയിൽ പലിശരഹിത ധനകാര്യ സ്ഥാപനമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതുപോലുള്ള വലിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനുകൊണ്ടാണ് ഇത് 2 കാര്യം കൂടി ഒരുമിച്ച് പറഞ്ഞത്. ആദ്യം വന്നത് കേസാണ്. നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി കൊണ്ടിട്ട് കേസ് കൊടുത്തു. ഇത് ശരീഅത്ത് പ്രകാരമുള്ള ഒരു ബാങ്ക്, ഇത് ശരിയാവില്ല. എന്താ ശരീഅത്ത് പ്രകാരമുള്ള ബാങ്ക് എന്ന് പറഞ്ഞാൽ പലിശ മേടിക്കൂലെന്ന് മാത്രം പറഞ്ഞാൽ പോരെ ധനകാര്യ സ്ഥാപനം. ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും ഈ പണം ഉപയോഗിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നത്. കള്ളു കച്ചവടത്തിന് പാടില്ല, അശ്ലീല ആഭാസ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, നിഷിദ്ധമായിട്ടുള്ള ഇറച്ചി കൊണ്ടുള്ള ഉപയോഗിക്കുന്ന കമ്പനികൾ കാര്യങ്ങൾക്ക് പാടില്ല. ഇങ്ങനെ പാടില്ലാത്ത ചിലതുണ്ട്. അവ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ശരീഅത്ത് ബോർഡ് സർട്ടിഫൈ ചെയ്യണം. എന്നാലേ ഇസ്ലാമിക് ധനകാര്യ സ്ഥാപനമാകത്തുള്ളൂ. അപ്പൊ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞ കാര്യം 2ആണ്. ഇവരുടെ ഈ വിശ്വാസപ്രകാരമുള്ള ഏർപ്പാടാണ്. അതിന് നമ്മൾ കോടതി കൊടുത്ത മറുപടി, ഈ രാജ്യത്ത് മതവിശ്വാസപ്രകാരം ജീവിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കല് ഇനി വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരിക്കുന്നവരുടെ ചുമതലയാണ്. ഇന്നിപ്പോ പുണ്യ ദിവസങ്ങള് ഏത് മതത്തിൻ്റെയും ഒഴിവ് കൊടുക്കുന്നില്ലേ? അത് ആ മതവിശ്വാസത്തോടുള്ള വിട്ടുവീഴ്ചയാണോ? അല്ല. ആ മതവിശ്വാസം അനുസരിച്ച് ആ ദിനങ്ങൾ ആചരിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു മതേതര സർക്കാരിൻ്റെ ചുമതലയാണ്. ഞാൻ ആ BBC-ക്കാരോട് പറഞ്ഞ്, ഞാൻ കള്ളുകച്ചവടത്തിന് ഉദ്ദേശിക്കുന്നില്ല. ശരീഅത്ത് ഇല്ലെങ്കിലും കള്ളുകച്ചവടമോ അശ്ലീല പടനിർമ്മാണമോ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിനോ ഇതിനൊന്നും നമ്മളില്ല. ഇനിയിപ്പോൾ അവിടെ പറഞ്ഞതുകൊണ്ട് എനിക്കതിന് വിരോധവുമില്ല. ഇതവിടെ പറയുന്നതുകൊണ്ടല്ല. ഇതല്ലെങ്കിലും ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനെന്തിനാ കുഞ്ഞപ്പെടുന്നത്? അവരോട് ഞാൻ പറഞ്ഞ ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നത്തെ ലോകത്ത് പലിശ മൂലധനമാണ് ലോകത്ത് ആധിപത്യം പുലർത്തുന്നത്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാനൊരു ഭിന്നതയും ഇതിൽ കാണുന്നില്ല എന്നവരോട് പറയുന്നുണ്ട്. ഇത് ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ളൊരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ തലത്തിൽ ആദ്യമായിട്ടൊരു പക്ഷേ ഇടപെടുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് പുറത്തുള്ള സർക്കാർ കേരള സർക്കാരായിരിക്കും. ഇത് ഇവിടുത്തെ മതാചാര വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ മാത്രമല്ല,
കേരളത്തിലെ സാമ്പത്തിക വികസനത്തിനും വലിയ സംഭാവന ചെയ്യും എന്നുറപ്പുണ്ട്. ഇവിടുത്തെ എക്സിബിഷനിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ പണമൂലധനം വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. ഇത്തരത്തിൽ കൈനനയാതെ മീൻ പിടിക്കുന്ന പലിശ മൂലധനം അത് കയറൂരി വിട്ടുകഴിഞ്ഞാൽ ലോകം എവിടെ എത്തും എന്നുള്ളത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2008 അമേരിക്കയിൽ ആരംഭിച്ച പ്രതിസന്ധി. അപ്പം ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. അവസാനമായിട്ട് പ്രദർശനത്തിലെ മറ്റൊരു കാര്യത്തെ സൂചിപ്പിച്ചിട്ട് നിർത്തുകയാണ്. അത് സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ചാണ്. അവിടെയുള്ള 2 വലിയ പോസ്റ്ററുകൾ ഇന്ന് നാനാസ്ഥലങ്ങളിൽ ഇടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ പീഡനങ്ങളെക്കുറിച്ചുള്ള പോസ്റ്ററുകളാണ്. അവയൊക്കെ നമ്മുടെ കണ്ണു